ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോർ ദാൻ 20 സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അതായത് നമ്മൾ ഇന്നൊരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ ഒരു സ്മോൾ ആർട്ടിക്കിൾ എടുത്ത് മലയാളത്തിൽ മനസ്സിലാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തേക്കുന്ന ടോപ്പിക് ചന്ദ്രയാൻ 3നെ കുറിച്ചാണ്. അതായത് ഇന്ത്യൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായത്. ചന്ദ്രയാൻ 3 അതായത് തേർഡ് ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷനെ കുറിച്ചിട്ട് ന്യൂസ് പേപ്പറിൽ വന്നൊരു സ്മോൾ ആർട്ടിക്കിളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ വായിച്ച് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ന്യൂസ് പേപ്പർ എന്നുള്ള വേർഡിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ ഫുൾ ഫോമാണ്. അപ്പോൾ മിക്കവർക്കും ഇത് അറിയുന്നുണ്ടായിരിക്കും. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി എടുത്ത് പറയുന്നത്. അപ്പോൾ ന്യൂസ് പേപ്പർ എന്നുള്ള വേർഡിൽ N stands for North, E stands for East, W stands for West, S stands for South, P stands for Past, A stands for Ant, P stands for Present, E stands for Events, R stands for Report. അപ്പോൾ എങ്ങനെ നമ്മളത് വായിക്കുക? നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഇവൻറ്റ്സ് റിപ്പോർട്ട് എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു പിക്ചർ ഞാൻ കാണിക്കുന്നത് ആ ഒരു ഹെഡിങ് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ഹെഡിങ് മനസ്സിലാക്കിയതിന് ശേഷം ബാക്കിയുള്ള ഇൻഫർമേഷൻസ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ന്യൂസ് പേപ്പർ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഫോൺ എപ്പോഴും വേർട്ടിക്കൽ അല്ലാതെ ഹൊറിസോണ്ടലായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. കാരണം ന്യൂസ് പേപ്പറിലത്തെ ലെറ്റേഴ്സ് വളരെ ചെറുതാണ്. അപ്പോൾ വേർട്ടിക്കലായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിന് വളരെ സ്ട്രെയിൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഹൊറിസോണ്ടലായിട്ട് പിടിക്കാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇവിടുത്തെ ഹെഡിങ് എന്താണ്? ഇന്ത്യാസ് തേർഡ് ലൂണാർ ഒഡിസി കമൻസസ് വിത്ത് പെർഫെക്റ്റ് ലോഞ്ച്. ഇന്ത്യാസ് തേർഡ് ലൂണാർ ഒഡിസി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മൂന്നാമത്തെ ചന്ദ്രയാത്ര എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ ഒഡിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹസികത നിറഞ്ഞ ദീർഘയാത്രേനെയാണ് നമ്മൾ ഒഡിസി എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം അനുഭവങ്ങളും അല്ലെങ്കിൽ അറിവുകളും നിറഞ്ഞ ഒരു യാത്രേനെയും നമുക്ക് ഒഡിസി എന്ന് പറയാം. അപ്പോൾ ആ യാത്ര എങ്ങനെയാണ് തുടങ്ങുന്നത്? കമൻസസ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നു. എങ്ങനെയാണ് തുടങ്ങുന്നത്? വിത്ത് പെർഫെക്റ്റ് ലോഞ്ച്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ മികച്ചത് അല്ലെങ്കിൽ ഉത്തമമായ അല്ലെങ്കിൽ തികഞ്ഞത് എന്നൊക്കെ നമുക്ക് പറയാം. ലോഞ്ച് എന്ന് പറഞ്ഞാൽ വിക്ഷേപണം. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയുടെ മൂന്നാമത്തെ ദീർഘസാഹസികമായ ചന്ദ്രയാത്ര മികച്ച വിക്ഷേപണത്തോടെ ആരംഭിക്കുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്പേസ് ക്രാഫ്റ്റ് എൻറ്റേഴ്സ് എലിപ്റ്റിക് പാർക്കിംഗ് ഓർബിറ്റ്, സോഫ്റ്റ് ലാൻഡിംഗ് ലൈക്ലി ഓൺ August 23rd, ചന്ദ്രയാൻ 3 ടെസ്റ്റ്മെൻറ്റ് ടു അവർ സയൻറ്റിസ്റ്റ് റെൻലെസ് ഡെഡിക്കേഷൻ. സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ പേടകം, എൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? പേടകം പ്രവേശിക്കുന്നത് എങ്ങോട്ടാണ്? എലിപ്റ്റിക് പാർക്കിംഗ് ഓർബിറ്റ്. എലിപ്റ്റിക് എന്ന് പറഞ്ഞാൽ ദീർഘവൃത്താകൃതിയിലുള്ളതിനെയാണ് നമ്മൾ എലിപ്റ്റിക് എന്ന് പറയുക. പാർക്കിംഗ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ താൽക്കാലിക ഭ്രമണപഥത്തിനെയാണ് നമ്മൾ പാർക്കിംഗ് ഓർബിറ്റ് എന്ന് പറയുക. അതായത് ഒരു സ്പേസ് ക്രാഫ്റ്റ്, അതായത് ഒരു പേടകം വിക്ഷേപിക്കാൻ വേണ്ടി താൽക്കാലികമായി നമ്മൾ നിർമ്മിച്ചേക്കുന്ന ഭ്രമണപഥത്തിനെയാണ് നമ്മൾ പാർക്കിംഗ് ഓർബിറ്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? സ്പേസ് ക്രാഫ്റ്റ് എൻറ്റർ എലിപ്റ്റിക് പാർക്കിംഗ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ബഹിരാകാശ പേടകം ദീർഘവൃത്ത ഭ്രമണപഥത്തിൽ എത്തുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോഫ്റ്റ് ലാൻഡിംഗ് ലൈക്ലി ഓൺ August 23rd. അപ്പം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ് സോഫ്റ്റ് ലാൻഡിംഗ് എന്നാണ്. അതായത് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഒരു പേടകം നല്ല സ്മൂത്തായി, അതായത് നല്ല മൃദുവായി ലാൻഡ് ചെയ്യണതിനെയാണ് നമ്മൾ സോഫ്റ്റ് ലാൻഡിംഗ് എന്ന് പറയുക. അതായത് നമ്മൾ വേഗമൊക്കെ കുറച്ച് സേഫായി ലാൻഡ് ചെയ്യണതിനെയാണ് നമ്മൾ സോഫ്റ്റ് ലാൻഡിംഗ് എന്ന് പറയുക. എന്നാൽ ഹാർഡ് ലാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാർഡ് ലാൻഡിങ്ങിന് നമുക്ക് ക്രാഷ് ലാൻഡിംഗ് എന്നും പറയാം. അതായത് വളരെയധികം വേഗത്തിൽ പേടകം ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിക്കണതിനെയാണ് നമ്മളിവിടെ ഹാർഡ് ലാൻഡിംഗ് എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത് അത് ഹാർഡ് ലാൻഡിംഗ് ആയിരുന്നു. ചന്ദ്രയാൻ 2 സോഫ്റ്റ് ലാൻഡിംഗ് ആണ് പ്ലാൻ ചെയ്തത്, പക്ഷേ അവിടെ പോയി ഉണ്ടായത് ഹാർഡ് ലാൻഡിംഗ് ആണ്. ഈ ചന്ദ്രയാൻ 3 നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് സോഫ്റ്റ് ലാൻഡിംഗ് ആണ്, അതായത് സ്മൂത്ത് ലാൻഡിംഗ്. മനസ്സിലായില്ലേ?
സോഫ്റ്റ് ലാൻഡിങ് ലൈക്ലി. അപ്പോൾ ലൈക്ലി എന്ന് പറയുന്നത് ഇവിടെ സാധ്യത കാണിക്കാനാണ്. അപ്പോൾ ഓഗസ്റ്റ് 23 സോഫ്റ്റ് ലാൻഡിങ്ങിന് സാധ്യത എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാണ് ഓഗസ്റ്റ് 23 ഒരു പക്ഷേ സോഫ്റ്റ് ലാൻഡിങ്ങിന് സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചന്ദ്രയാൻ 3 ടെസ്റ്റ്മെന്റ് ടു അവർ സയൻറ്റിസ്റ്റ് റെൻലെസ് ഡെഡിക്കേഷൻ മോദി. അപ്പം നമ്മുടെ പ്രധാനമന്ത്രിയായ, അതായത് പ്രൈം മിനിസ്റ്ററായ ശ്രീ നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത്? ചന്ദ്രയാൻ 3 ടെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സാക്ഷ്യം എന്നാണ് അർത്ഥം വരുന്നത്. എന്തിനാണ് സാക്ഷ്യം വയ്ക്കുന്നത്? ടു അവർ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞർ. അപ്പോൾ റെൻലെസ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാലോ വിശ്രമമില്ലാത്ത പരിശ്രമം. ഡെഡിക്കേഷൻ എന്ന് വെച്ചാൽ സമർപ്പണം, പരിശ്രമം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ പറയാണ് ചന്ദ്രയാൻ 3 നമ്മുടെ ശാസ്ത്രജ്ഞരുടെ വിശ്രമമില്ലാത്ത സമർപ്പണത്തിൻ്റെ സാക്ഷ്യമാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. India's third moon mission Chandrayaan 3 was successfully launched on board a launch vehicle Mark 3 LVM-3 rocket from the Satish Dhawan Space Center in Sriharikota at 2:35 p.m. on Friday. ഇന്ത്യാസ് തേർഡ് മൂൺ മിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മൂന്നാമത്തെ മൂൺ മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മൂൺ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, മിഷൻ എന്ന് പറഞ്ഞാൽ ദൗത്യം. അപ്പോൾ മൂന്നാമത്തെ ചന്ദ്ര ദൗത്യം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതാണത്? ചന്ദ്രയാൻ 3 വാസ് സക്സസ്ഫുള്ളി ലോഞ്ച്ഡ് ഓൺ ബോർഡ്. അപ്പോൾ ഇവിടെ സക്സസ്ഫുള്ളി എന്ന അർത്ഥം വരുന്നത് വിജയകരമായി എന്ന് പറയാനാണ്. സക്സസ് എന്ന് പറഞ്ഞാൽ വിജയം. അപ്പോൾ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ വിജയകരമായി എന്താ ചെയ്തത്? ലോഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ വിക്ഷേപിച്ചു. എവിടെയാണ്? ഓൺ ബോർഡ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. അതായത് ചന്ദ്രയാൻ 3 ലോഞ്ച് വെഹിക്കിളിൽ കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. മാർക്ക് 3 LVM ലോഞ്ച് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ, ലോഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത് അർത്ഥം? വിക്ഷേപണം എന്നാണ് അർത്ഥം പറഞ്ഞത്. അപ്പോൾ വിക്ഷേപണ വെഹിക്കിൾ എന്ന് പറഞ്ഞാലോ വാഹനം. അപ്പോൾ ചന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനമായ മാർക്ക് 3 LVM റോക്കറ്റിൽ വിക്ഷേപിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ മാർക്ക് 3 LVM എന്ന് പറയുന്നത് ആ റോക്കറ്റിൻ്റെ പേരാണ്. എവിടെ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്? ഫ്രം ദി സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. സ്പേസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ, സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹിരാകാശം. സെൻറ്റർ എന്ന് പറഞ്ഞാൽ കേന്ദ്രം. അപ്പോൾ ഒരു സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. എവിടെയുള്ളതാണ്? ഇൻ ശ്രീഹരിക്കോട്ട അറ്റ് 2:35, അതായത് 2:35 PM വെള്ളിയാഴ്ച വിക്ഷേപിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ഇന്ത്യാസ് തേർഡ് മൂൺ മിഷൻ Chandrayaan 3 was successfully launched on board a launch vehicle Mark 3 LVM-3 rocket from the Satish Dhawan Space Center in Sriharikota at 2:35 PM on Friday. അതായത് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയുടെ മൂന്നാമത്തെ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:35 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപണ വാഹനമായ മാർക്ക് 3 LVM റോക്കറ്റിൽ വിജയകരമായി വിക്ഷേപിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് India's second attempt at soft landing robotic instruments on the lunar surface after the previous attempt, Chandrayaan 2, failed in 2019. This is India's second attempt. ഇത് ഇന്ത്യയുടെ എത്രാമത്തെ അറ്റംപ്റ്റ് ആണ്? സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രമം. എന്തിനുള്ള ശ്രമമാണ്? അറ്റ് സോഫ്റ്റ് ലാൻഡിങ്. സോഫ്റ്റ് ലാൻഡിങ് എന്ന് പറഞ്ഞാൽ മൃദുവായി താഴെ ഇറക്കുന്നതിനെയാണ് നമ്മൾ സോഫ്റ്റ് ലാൻഡിങ് എന്ന് പറയാം. ഇടിച്ചിറങ്ങുന്നതിന് പകരം മൃദുവായി താഴെ ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് താഴെ ഇറക്കേണ്ടത്? റോബോട്ടിക് ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് റോബോട്ടിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ. അപ്പോൾ റോബോട്ടിക് ഉപകരണങ്ങൾ എവിടെയാണ് ഇറക്കേണ്ടത്? ഓൺ ദി ലൂണാർ സർഫസ്. ലൂണാർ സർഫസ് എന്ന് പറഞ്ഞാൽ ചന്ദ്രോപരിതലം. ചന്ദ്രോപരിതലത്തിനെയാണ് നമ്മൾ ലൂണാർ സർഫസ് എന്ന് പറയാം. ആഫ്റ്റർ ദി പ്രീവിയസ് അറ്റംപ്റ്റ്. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം. ദ പ്രീവിയസ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ, പ്രീവിയസ് എന്ന് പറഞ്ഞാൽ മുൻപത്തെ. അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാലോ ശ്രമത്തിനെയാണ് ഇവിടെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 2 ഫെയിൽഡ് ഇൻ 2019. ചന്ദ്രയാൻ 2 ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു എന്നാണ് ഇൻ 2019. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? 2019 ചന്ദ്രയാൻ 2 പരാജയപ്പെട്ടതിന് ശേഷം ചന്ദ്രോപരിതലത്തിൽ റോബോട്ടിക് ആയിട്ടുള്ള ഉപകരണങ്ങൾ സോഫ്റ്റ് ലാൻഡ് ചെയ്യാനുള്ള ഇന്ത്യയുടെ രണ്ടാമത്തെ ശ്രമമാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Thus far, only 3 countries
The US, Russia and China have successfully soft landed on the moon. Thus far എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതുവരെ എന്ന് പറയില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ thus far എന്ന് പറയുന്നത്. ഓൺലി എന്ന് പറഞ്ഞാൽ മാത്രം എന്നാണ് അർത്ഥം വരുന്നത്. 3 countries എന്ന് പറഞ്ഞാൽ 3 രാജ്യങ്ങൾ. ഏതൊക്കെയാണ്? ദി US, റഷ്യ ആൻഡ് ചൈന ഹാവ് സക്സസ്ഫുള്ളി, ഇവിടെ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡഡ്, അതായത് സോഫ്റ്റ് ലാൻഡ് ചെയ്തു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എവിടെയാണ്? ഓൺ ദി മൂൺ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇതുവരെ US, റഷ്യ, ചൈന എന്നീ 3 രാജ്യങ്ങൾ മാത്രമാണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് വിജയകരമായി നടത്തിയിട്ടുള്ളൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്പീക്കിംഗ് ടു ദ റിപ്പോർട്ടേഴ്സ് ആഫ്റ്റർ ദി ലോഞ്ച്, ISRO chairman S. Somanath said next 42 days are crucial. Speaking to reporters after the launch, ISRO chairman S. Somanath said the next 42 days are crucial. Speaking to reporters, അതായത് റിപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകരാണ്. അപ്പോൾ സ്പീക്കിംഗ് ടു റിപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ എപ്പോഴാണ്? ആഫ്റ്റർ ദി ലോഞ്ച്, അതായത് വിക്ഷേപണത്തിന് ശേഷം സംസാരിച്ചപ്പോൾ. ISRO ചെയർമാൻ എസ് സോമനാഥ്, ISROൻ്റെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ISROൻ്റെ ഫുൾ ഫോം. അപ്പോൾ ISRO ചെയർമാൻ എസ് സോമനാഥ് എന്താണ് പറഞ്ഞത്? നെക്സ്റ്റ് 42 ഡേയ്സ്, അടുത്ത 42 ദിവസം ആർ ക്രൂഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമാണ് അല്ലെങ്കിൽ നിർണായകമാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാണ് അടുത്ത 42 ദിവസങ്ങൾ നിർണായകമാണ് എന്ന് ആരാണ് പറഞ്ഞത്? ISRO ചെയർമാനായ എസ് സോമനാഥ് വാർത്താപ്രവർത്തകരോട് പറഞ്ഞു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു എക്സ്ട്രാ നോളജിന് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ISRO ചെയർമാൻ എസ് സോമനാഥ് എന്ന് പറയുന്ന വ്യക്തി ഒരു മലയാളിയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഞാൻ എന്നാലും ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മലയാളികൾ എന്നുള്ള രീതിയിൽ നമുക്ക് വളരെയധികം അഭിമാനിക്കാം. അപ്പോൾ ഓഗസ്റ്റ് 23 നല്ലൊരു ന്യൂസ് ആവുമെന്ന് നമുക്ക് കരുതാം. ഈ ഒരു മിഷൻ സക്സസ്ഫുൾ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചന്ദ്രനെ കുറിച്ച് നല്ല ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ദി ലാൻഡിംഗ് ഈസ് currently planned on August 23rd at 5:47 p.m. Indian Standard Time if everything goes as per plan, he said. ലാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരൽ. അപ്പോൾ കറൻ്റ്ലി എന്ന് പറഞ്ഞാൽ നിലവിൽ, പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ആസൂത്രണം ചെയ്തു. അപ്പോൾ എത്തിച്ചേരൽ നിലവിൽ എപ്പോഴാണ് ആസൂത്രണം ചെയ്തേക്കുന്നത്? ഓഗസ്റ്റ് 23rd, അതായത് ഓഗസ്റ്റ് 23 ആസൂത്രണം ചെയ്തേക്കുന്നത്. എത്ര മണിക്കാണ്? അറ്റ് 5:47 p.m. IST എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അപ്പോൾ 23 നമ്മുടെ നാട്ടിലെ 5:47 ലാൻഡിംഗ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇഫ് എവ്രിതിങ് ഗോസ് ആസ് പെർ പ്ലാൻ. ഇഫ് എവ്രിതിങ് എന്ന് പറഞ്ഞാൽ എല്ലാം. ഗോസ് ആസ് പെർ പ്ലാൻ എന്ന് പറഞ്ഞാൽ വിചാരിച്ച പോലെ എല്ലാം നടന്നാൽ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹെയിലിംഗ് ദ ലോഞ്ച്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ട്വീറ്റഡ്, Chandrayaan 3 scripts a new chapter in India's space odyssey. ഹെയിലിംഗ് എന്ന് പറഞ്ഞാൽ പ്രശംസിക്കുക അല്ലെങ്കിൽ അഭിനന്ദിക്കുക എന്നൊക്കെ പറയാം. ദി ലോഞ്ച് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് വിക്ഷേപണത്തിനെയാണ്. വിക്ഷേപണത്തെ പ്രശംസിച്ചുകൊണ്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ട്വീറ്റഡ് എന്ന് പറഞ്ഞാൽ ട്വിറ്ററിൽ കുറിച്ചു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. എന്താണ് കുറിച്ചത്? ചന്ദ്രയാൻ 3 സ്ക്രിപ്റ്റ്സ് എ ന്യൂ ചാപ്റ്റർ. സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എഴുതുന്നു എന്നാണ്. എന്താണ് എഴുതുന്നത്? എ ന്യൂ ചാപ്റ്റർ. ന്യൂ എന്ന് പറഞ്ഞാൽ പുതിയത്, ചാപ്റ്റർ എന്ന് പറഞ്ഞാലോ അധ്യായം. എവിടെയാണ്? ഇൻ ഇന്ത്യാസ് സ്പേസ് ഒഡീസി, അതായത് ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിൽ ഒരു അധ്യായം കുറിക്കുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് സോഴ്സ് ഹൈ, എലവേറ്റിംഗ് ദ ഡ്രീംസ് ആൻഡ് ആംബിഷൻസ് ഓഫ് എവ്രി ഇന്ത്യൻ. അപ്പോൾ ഇവിടെ പറയാണ് ഇറ്റ് സോഴ്സ് ഹൈ. സോഴ്സ് ഇറ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ചന്ദ്രയാൻ 3 സോഴ്സ് ഹൈ എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ കുതിക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത്. എലവേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എലവേറ്റ് എന്ന് പറഞ്ഞാൽ ഉയർത്തുക, എലവേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉയർത്തുന്നു. എന്താണ് ഉയർത്തുന്നത്? ദ ഡ്രീംസ് ആൻഡ് ആംബിഷൻസ്. ഡ്രീംസ് എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങൾ, ആംബിഷൻസ് എന്ന് പറഞ്ഞാലോ അഭിലാഷങ്ങൾ, ഓഫ് എവ്രി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും, അതായത് എല്ലാവരുടെയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഭാരതീയർ. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഓരോ ഭാരതീയൻ്റെയും സ്വപ്നങ്ങളും അഭിലാഷങ്ങളും ഉയർത്തിക്കൊണ്ട് അത് ഉയരത്തിൽ കുതിക്കുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ന്യൂസ് പേപ്പറിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.